ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തട്ടുകടയിലെ നെയ്പത്തിൽ മിക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് നെയ്പത്തിൽ ബാക്കി വന്നാൽ ഇനി കളയാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിയായ ഈ റെസിപ്പി റെഡിയാക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ നെയ്പത്തിൽ മിക്സ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ 1 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് 1 കിലോനാണ്. നമുക്ക് സാധാ ബീഫിലും ഉണ്ടാക്കിയെടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ളതും എല്ലാം മിക്സാക്കി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേങ്കിൽ ഇതിനൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കാണിക്കുന്നത്, നമ്മുടെ വെല്ലുമ്മാൻ്റെ ബീഫ് കറി. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് കറി പല രീതിയിലും ഉണ്ടാക്കും. ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. വെല്ലുമ്മ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു ബീഫ് കറിയാണ്. അപ്പോൾ നമ്മൾ വറുത്തരച്ചിട്ടും പിന്നെ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചിട്ടും ഉണ്ടാക്കും. അതിന് വേറൊരു ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് 1 തക്കാളിയും 2 നീളത്തിൽ കട്ട് ചെയ്ത സവാളയും കുറച്ച് മല്ലിയിലയും ചേർത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്നൊരു ബീഫ് കറിയൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, നമുക്ക് ഈ നെയ്പത്തിൽ മിക്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഗ്രേവി ആവശ്യമാണ്. അതുകൊണ്ട് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കുക. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയും കൂടിയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ബീഫ് കറി 4-5 വിസിൽ വേണം. അപ്പോൾ ഓരോരോ ബീഫിനനുസരിച്ചും അത് അവിടെ നമുക്ക് വേവിച്ച് അവിടെ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നെയ്പത്തിൽ മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തട്ടുകടയിൽ നിന്ന് തരുമ്പോൾ അവരിതുപോലെ കട്ട് ചെയ്ത് മിക്സാക്കിയിട്ടാണ് തരിക. ഇനി നമുക്ക് കൈ കൊണ്ട് പിച്ചെടുത്താലും മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെയ്പത്തിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നെയ്പത്തിലൊക്കെ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി നന്നായിട്ടൊരു തിക്കായി വരണം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിക്കായി വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് കറി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ നെയ്പത്തിൽ മിക്സിന്. അപ്പോൾ അതും കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച നെയ്പത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഗ്രേവി ഒന്നും ഒഴിക്കുന്നില്ല. ഞാനിപ്പോൾ ചേർത്ത ഗ്രേവി കറക്റ്റാണ്. നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് വേണമെങ്കിൽ വീണ്ടും ഗ്രേവി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് തരുമ്പോൾ വലിയ ചീനിച്ചട്ടിയിലാണ് അവർ മിക്സ് ചെയ്ത് അന്നേരം ഫ്രഷായിട്ട് റെഡിയായി കൊടുക്കുക. അപ്പോൾ നമ്മളടുത്തുള്ള ചീനിച്ചട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ 2 സ്പൂണൊക്കെ വെച്ച് ഇതുപോലെ എല്ലായിടെയും ആ ഗ്രേവി എത്തുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 മുറി സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഈ സവാളയൊക്കെ കൂട്ടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നെയ്പത്തിൽ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് പുട്ട്, ചപ്പാത്തി എല്ലാം ഇതുപോലെ തന്നെ ബാക്കി വന്നാൽ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം.
അപ്പം ബീഫ് കറിയൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴിക്കുന്ന സമയത്ത് ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ചേർത്ത് കഴിക്കുമ്പോൾ പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി മീൻ കറിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ മീൻ കറിയിലും തക്കാളി കറിയിലൊന്നും അത്ര വലിയ ടേസ്റ്റ് ഇല്ല. ഒന്നിക്ക് മുട്ട മിക്സിൽ അല്ലെങ്കിൽ ബീഫ് ചിക്കൻ ഇതിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായി വരുന്നവരെ ബൈ ബൈ.